അമൃതതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇത് തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലുള്ള ചിദംബരം ക്ഷേത്രം. 40 ഏക്കറോളം സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചിദംബരത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരെയായി 3000 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കായലും കണ്ടൽ കാടുകളും തുരുത്തുകളും നമുക്ക് കാണാം. ചിദംബരം ക്ഷേത്രത്തിലെ വിഗ്രഹം ആനന്ദ നടനമാടുന്ന നടരാജ രൂപത്തിലാണ്. ദ്രാവിഡ ശൈലിയിലുള്ള ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളേറെയായി നിർമ്മിച്ചിട്ട്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ വിധിച്ച 108 നാട്യഭാവങ്ങളുടെ ശില്പങ്ങൾ ഗോപുരത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണെന്നോ. തൂണുകളുടെ എണ്ണത്തിലും ചവിട്ടുപടികൾക്കും പ്രവേശന കവാടങ്ങൾക്കും വരെ പല പല അർത്ഥതലങ്ങളാണുള്ളത്. മനുഷ്യ ശരീരത്തിലെ നവദ്വാരങ്ങൾ പോലെ 9 പ്രവേശന കവാടങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത്. ഒരു ദിവസം ഒരാൾ 21,600 പ്രാവശ്യമാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഇവിടുത്തെ മേൽക്കൂരയുടെ സ്വർണ്ണപ്പാളികളുടെ എണ്ണവും അത്ര തന്നെയാണ്. നടവഴികൾക്ക് നടുവിൽ ഉയർന്ന ആകാരഭംഗിയുള്ള മതിലുകൾക്കുള്ളിലാണ് ക്ഷേത്രം. പതിവ് ക്ഷേത്രപ്രവേശന രീതികൾക്ക് വിപരീതമായി ഇവിടെ ശ്രീകോവിലിലേക്ക് നേരെ കടന്നു ചെല്ലാൻ കഴിയില്ല. ചുറ്റമ്പലത്തിൻ്റെ വശത്തുകൂടി കയറിയാൽ മാത്രമേ നമുക്ക് ദർശനം സാധ്യമാകൂ. കർമ്മബന്ധങ്ങളുടെ 21 ജന്മങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന 21 പടികളും സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലും തുടങ്ങി നടരാജൻ്റെ സന്നിധിയിൽ കാഴ്ചാനുഭവങ്ങൾ ഏറെയാണ്. അതുപോലെ തന്നെ ചിദംബരത്തെ പ്രതിഷ്ഠാ സങ്കല്പങ്ങളും അപൂർവമാണ്. രൂപം, അരൂപം, അർദ്ധരൂപം എന്നീ സങ്കല്പങ്ങളിലാണ് ഇവിടെ ശിവനെ ആരാധിക്കുന്നത്. നടരാജഭാവത്തിൽ രൂപത്തിലും സ്ഫടികലിംഗ രൂപമായ ചന്ദ്രമൗലീശ്വരനായി അർദ്ധരൂപത്തിലും ആകാശലിംഗ രൂപത്തിൽ അരൂപത്തിലും ശിവൻ ദർശനം നൽകുന്ന ഗർഭഗൃഹത്തെ ചിത്സഭ എന്നാണ് വിളിക്കുന്നത്. ആനന്ദതാണ്ഡവമാടുന്ന നടരാജനാണ് ഇവിടെ പ്രധാന വിഗ്രഹം. ഇതിന് വലതുവശത്താണ് പുകഴ്പെറ്റ ചിദംബര രഹസ്യം. ഈ ചിത്സഭയോടു കൂടി ചേർന്ന് തന്നെയാണ് കനകസഭ. അതിനപ്പുറമാണ് നൃത്തസഭ. അശ്വങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്ന രഥം പോലെയാണ് ഇതിൻ്റെ നിർമ്മാണം. ശിവഭഗവാന്റെ 5 പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ആകാശ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ചിദംബരം. നമുക്കറിയാം, പഞ്ചഭൂതങ്ങളായ ഭൂമി, അഗ്നി, ജലം, വായു, ആകാശം എന്നീ തത്വങ്ങളിൽ 5 ശിവക്ഷേത്രങ്ങൾ ഉള്ളതായി. അതിൽ ആകാശതത്വത്തിൽ ഇവിടെ സ്ഥാനം കുടികൊള്ളുന്ന ചിദംബരേശ്വരനെ നമുക്ക് ദർശിക്കാം. കാഞ്ചിയിൽ ഭൂമി തത്വത്തിൽ ഏകാംബരേശ്വരനും അതുപോലെ തിരുവണ്ണാമലയിൽ അരുണാചലേശ്വരൻ അഗ്നി തത്വത്തിലും വസിക്കുന്നു. ജലതത്വത്തിലാവട്ടെ തൃശ്ശിനാപ്പള്ളി അഥവാ തൃച്ചിയിൽ നമുക്ക് ഭഗവാനെ ദർശിക്കാം. അതുപോലെ വായു തത്വത്തിൽ ശ്രീകാളഹസ്തിയിൽ ഭഗവാൻ കുടികൊള്ളുന്നു. ആകാശതത്വത്തിൽ ഇവിടെ നടരാജ ഭഗവാനായി, നടരാജ നൃത്തമാടുന്ന ഭഗവാനായി ചിദംബരേശ്വരനെ നമുക്ക് ദർശിക്കാം. അതുപോലെ തന്നെയാണ് ആത്മതത്വം എന്ന് പറയുന്ന 6ാമത്തെ തത്വം. അത് ഗോകർണത്ത് മഹാബലേശ്വര ക്ഷേത്രം നമുക്ക് ദർശിക്കുവാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ പഞ്ചഭൂതാത്മകമായ ശിവന്റെ 5 ക്ഷേത്രങ്ങളിൽ ഒന്നായ ചിദംബരം ക്ഷേത്രം അരൂപം എന്ന് പറഞ്ഞാൽ നമുക്ക് രൂപമില്ലാത്തത് എന്നാണല്ലോ അർത്ഥമാക്കുന്നത്. ഇവിടെ ഭഗവാനെ രൂപമില്ലാത്ത, അതായത് ആകാശതത്വമായി കരുതപ്പെടുന്നു. ഭഗവാൻ അങ്ങനെ എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നു എന്നാണ് വിശ്വാസവും.
ശിവക്ഷേത്രമാണെങ്കിൽ തന്നെ ഇവിടെ ഗോവിന്ദ ഭഗവാനും സന്നിധി ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ ശിവനെയും ഗോവിന്ദനെയും ഒരു ക്ഷേത്രത്തിൽ തന്നെ ദർശിക്കാമെന്ന ഭാഗ്യവും ഇവിടെ എത്തുന്ന ഭക്തർക്ക് ലഭിക്കും. ക്ഷേത്രത്തിലെ 1000 കാലുകളുള്ള നൃത്തമന്ദിരം ഭാരതമൊട്ടാകെ കേൾവി കേട്ടതാണ്. ഇവിടെ നൃത്തം അവതരിപ്പിക്കുന്നതിനാൽ നടരാജമൂർത്തിയുടെ അനുഗ്രഹം ലഭ്യമാവും എന്നാണ് ഉപാസകർ എല്ലാവരും തന്നെ കരുതുന്നത്. ചിദംബര രഹസ്യം എല്ലാവർക്കും ഇവിടെ നിന്നും ഉൾക്കൊള്ളാവുന്നതാണ്. അരൂപിയായ ഭഗവാന്റെ ദർശനം അത് അനുഭവവേദ്യമാക്കുന്ന ഓരോ ഭക്തനും അവർ സായുജ്യമടയുന്നതാണ് ഈ ചിദംബരം ക്ഷേത്രത്തിലെത്തുമ്പോൾ. തമിഴ്നാട്ടിലെ ചിദംബരം പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ചിദംബരം നടരാജ ക്ഷേത്രം രാജ്യത്തെ തന്നെ ഏറ്റവും പുരാതനവും ആദരണീയവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ശിവന്റെ കോസ്മിക് നൃത്തരൂപമായ നടരാജ സങ്കല്പത്തിൽ ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസ് എന്നതിലുപരി ആത്മീയത, സംസ്കാരം, പാരമ്പര്യം എന്നിവയുടെ കേന്ദ്രം കൂടിയാണ്. എല്ലാവർക്കും ചിദംബരേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവാനായി പ്രാർത്ഥിക്കുന്നു. ചിദംബരം നടരാജ ക്ഷേത്രത്തിന് സഹസ്രാബ്ദത്തിലേറെ പഴക്കമുണ്ട്. അതിൻ്റേതായ ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നു. ഇത് ആകാശക്ഷേത്രമാകയാൽ തന്നെ ആകാശം എങ്ങനെ നിർമ്മലമായിരിക്കുന്നുവോ അതുപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സും നിർമ്മലമായിരിക്കണമെന്ന് സാരം. ചിത്ത് എന്നാൽ ജ്ഞാനം, അമ്പരം എന്നാൽ ആകാശം, ജ്ഞാന ആകാശം, അതാണ് ഈ ക്ഷേത്രം. ശിവഭക്തിയുടെയും വാസ്തുകലയുടെയും നിത്യവിസ്മയമായ ചിദംബരം മഹാക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴികളിലൂടെ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.